അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദിന്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ കണ്ടു. അൽഹംദുലില്ലാ. പിന്നെ ദൈവം ഉണ്ടോ എന്ന ചോദ്യത്തിന് വളരെ ലളിതമായ ഉദാഹരണങ്ങളോടെ ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് മനോഹരമായി ഉസ്താദ് അവതരിപ്പിച്ചു. പക്ഷെ അതിന്റെ കമന്റ് സെക്ഷനൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഒരു ചോദ്യം അതിൽ വ്യാപകമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പലരും. ദൈവം ഉണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞല്ലോ ആ വീഡിയോയിൽ. അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല, ഉസ്താദ് പറയുകയും ചെയ്തു ഏതൊരു സൃഷ്ടിക്ക് മുന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ദൈവത്തെ പഠിച്ചതായിരിക്കും ഉസ്താദെ? ഉസ്താദ് ഞെട്ടിയും തോന്നുന്നു. ചോദ്യത്തിന്റെ പ്രസക്തി കൊണ്ടാണോ അല്ലെങ്കിൽ ചോദ്യത്തിന് മറുപടി ഇല്ലാത്തത് കൊണ്ടാണോ, എന്തായിരിക്കും ഞെട്ടിയതിന് പിന്നില്? നമ്മൾ ഞെട്ടിയത് കൊണ്ട് ചോദ്യത്തിന് ഭയങ്കര പ്രസക്തിയും മറുപടി ഇല്ല എന്ന് കിട്ടില്ല. അത് ചില ചോദ്യങ്ങൾ കേട്ടാൽ നമ്മൾ അറിയാണ്ട് ഞെട്ടിപ്പോകും. സാറിന്റെ കല്യാണം ഇപ്പം അടുത്ത് കഴിഞ്ഞില്ലായിരുന്നു? അതെ, നിക്കാഹ് കഴിഞ്ഞു. നിക്കാഹ് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ സാറിന്റെ വൈഫിനോട് ചോദ്യങ്ങൾ വരും, എത്ര മാസമായി, വിശേഷം ഉണ്ടോ എന്നൊക്കെ. സ്വാഭാവികം. അപ്പൊ സാറിനോട് ഒരാൾ ചോദിക്കുകയാണ്, സാറിന് വിശേഷം ഉണ്ടോ, സാറിന് എത്ര മാസമായി ചോദിച്ചാൽ എങ്ങനെ സാർ ഞെട്ടിയ? അതെ, സാറിനോട് ചോദിക്കാണ് സാറിന് വിശേഷം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് ചോദിക്കൂല അങ്ങനെ. അത് ഒരു പെട്ടെന്നൊരാളൊരു പ്രായത്തിൽ അങ്ങനെ ചോദിച്ചു, എന്നാൽ സാറിൻ്റെ സാറിന് ചോദിച്ചാൽ എന്തോ ഒരു കുഴപ്പമുണ്ട് മനസ്സിലാക്കുക. അതാ ഒരു അതെ അതെ ഒരു ഞെട്ടലുണ്ട്. ആ സാധനം ഇപ്പോൾ ഉണ്ടായി. അത്രയും പ്രസക്തമല്ല ഉസ്താദ് പറയുന്നത്. പ്രസക്തല്ല എന്ന് മാത്രമല്ല, പൊട്ടത്തരാണ്. യുക്തിവാദികളുടെ ചില ഞെട്ടിക്കൽ ചോദ്യങ്ങളുണ്ട്. വാസ്തവത്തിൽ അവർ വിചാരിക്കുന്നത് വലിയ മഹാസംഭവമാണെന്നുള്ള തീർത്തും അപഹാസ്യമാകുന്ന ചില ചോദ്യങ്ങളാണിത്. കുറേ ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. സാറ് ഇപ്പൊ ഇരിക്കുന്ന ഈ ചെയർ ഉണ്ടല്ലോ, ഈ ചെയർ ഇവിടെ ആരാ കൊണ്ടിട്ടത്? ചോദ്യം പ്രസക്തല്ലേ? അതെ. എന്നാൽ ഈ ചെയറിൽ ഇരിക്കുന്ന സാറിന് ആരാണ് ഇവിടെ കൊണ്ടിട്ടത്? അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ചോദ്യങ്ങൾ അർത്ഥമില്ല. അർത്ഥശൂന്യമായ ചോദ്യം. ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഒരു മെഷീൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ഇലക്ട്രിക് ഉപകരണം അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ചോദിക്കും, ആരാണ് ഈ മെഷീൻ ഓൺ ആക്കിയതെന്ന് ചോദിക്കാം, അല്ലേ? എന്നാൽ ആ മെഷീന്റെ സ്ഥാനത്ത് ഒരു മനുഷ്യനാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, പണിയെടുക്കുന്നതെങ്കിൽ ആരാണ് ഈ മനുഷ്യനെ ഓൺ ആക്കിയതെന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? ഈ ഞെട്ടലുകൾ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുക, ഞെട്ടിക്കൽ ചോദ്യങ്ങൾ. ദൈവം ഉണ്ടോ എന്ന് ചോദിച്ച് ഇങ്ങോട്ട് ഞെട്ടിക്കുമ്പോൾ തിരിച്ച് നമുക്ക് കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. ഉപ്പിന് മധുരമുണ്ടോ? മധുരത്തിന് പഞ്ചസാരയ്ക്ക് ഉപ്പുണ്ടോ? അല്ലെ, ചോദിച്ചൂടെ? ചോദിക്കുന്ന ആൾക്ക് എന്ത് മണ്ടത്തരം എന്ത് ചെയ്യാം, ചോദിക്കാം. ഒരു ബോർഡിൽ ചിത്രം വരച്ചിട്ടുണ്ട് ഒരു കുട്ടി, അവിടെ ചോദിക്കും ഈ ചിത്രം ആരാണ് വരച്ചത്? ചോദിച്ചൂടെ? അപ്പോൾ ഇന്നാലിന്ന കുട്ടിയാണ്, ആ കാണുന്ന വിഷ്ണു ആണ്, അല്ലെങ്കിൽ ഇന്നാലിന്ന ആളാണ് എന്ന് പറയാൻ. അപ്പോൾ അടുത്ത ചോദ്യം, വിഷ്ണുവിനെ ആരാണ് വരച്ചത്? അങ്ങനെ ചോദിക്കുമോ? ഇല്ല. കാരണം ചിത്രം വരയ്ക്കുക എന്നുള്ള ചോദ്യം അത് എന്തിനോടാണ് നേരിടുക? ചിത്രത്തിനോടാണ് നേരിടുക. അത് വിഷ്ണുവിനോടല്ല. ഇപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ, ഞെട്ടിക്കൽ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചില്ല. ഇതിൽ നിന്ന് സാറിന് എന്താ മനസ്സിലായത്? ഒന്ന് വിശദീകരിക്കാവോ? ആ ചോദ്യം എനിക്ക് മനസ്സിലായത്, നമ്മളൊരു കാര്യത്തെ പറ്റി ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ സ്വഭാവം എന്താണ്, ആരോടാണ് ചോദിക്കുന്നത്, അതൊക്കെ ഒന്ന് അന്വേഷിക്കണം നല്ലതെന്ന് തോന്നുന്നു. അതെ, അതാണ്. ആ ഒരു സാധനം നമ്മൾ ഇവിടെ കൊടുത്താൽ ആ ചോദ്യത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. എല്ലാ ചോദ്യവും എല്ലാവരും ചോദിക്കാൻ പറ്റില്ല. എല്ലാ ചോദ്യവും എല്ലാത്തിനോടും നേരിടൂല. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കപ്പെടുന്നത് എന്തിനെ കുറിച്ചാണ്, അതിന്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് വേണം ചോദിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സാറിന് എത്ര മാസമായി, വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കൂല. കാരണം സാർ എന്ന് പറയുന്നത് ആണാണ്, പുരുഷനാണ്. പുരുഷന്റെ സ്വഭാവമല്ല എന്ത് പ്രസവിക്കുക എന്നത്. അതേപോലെ ആണ് ഉപ്പില് എന്തേ മധുരമില്ലാത്തത്, പഞ്ചസാരയിൽ എന്തേ ഉപ്പില്ലാത്തത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അതിന്റെ സ്വഭാവമല്ലാത്തത് കൊണ്ട് ചോദിക്കാത്തത് പോലെ മതവിശ്വാസികൾ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറയുന്ന ആ മഹാശക്തി, ആ നമ്പർ 1 പവർ, ആ പവർ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ വിശ്വസിക്കുന്നത് തന്നെ സൃഷ്ടിയല്ലാത്ത, എല്ലാത്തിനെയും സൃഷ്ടിച്ച് തുടക്കമില്ലാത്ത അനാദിയായ പവർ എന്നാണ് ഈ ദൈവത്തെക്കുറിച്ച് നമ്മുടെ വിശ്വാസം. അങ്ങനെയുള്ള ആ ശക്തിനെ കുറിച്ച് ആരാ സൃഷ്ടിച്ചത് എന്നുള്ള ചോദ്യം എത്രമാത്രം അപഹാസ്യമാണ് എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. എന്നാൽ ഈ ചോദ്യം 1500 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളോട്. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ഖലഖല്ലാഹ്, ആരാണ് ദൈവത്തെ സൃഷ്ടിച്ചത്, അള്ളാഹുവിനെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഖൂലു, അന്നേരം നിങ്ങൾ പറഞ്ഞുകൊള്ളുക,
അല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. നമ്മളിപ്പോൾ ഇവിടെ വിശദീകരിച്ച ആ മറുപടി വളരെ സിമ്പിളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു തരാണ്. അത് പരിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയൊരു അധ്യായമുണ്ട്, ദൈവത്തെ പരിചയപ്പെടുത്തുന്ന സൂറത്തുൽ ഇഖ്ലാസ്. അതിൽ അള്ളാഹു ആരാണ് എന്ന് വിശദീകരിക്കുന്ന അധ്യായം. അതിൽ പറയാണ്, ദൈവം എന്ന് പറഞ്ഞാൽ അഹദാണ്, അവൻ ഒരുവനാണ്. ആ ഒരുവനിൽ നിന്നാണ് ലോകം മുഴുവൻ ഉണ്ടായത്, പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്. അവൻ അസ്വമദാണ്, സ്വയം പര്യാപ്തനായവനാണ്. എല്ലാവരും അവനിലേക്ക് ആശ്രയിക്കുകയും അവൻ മറ്റൊരാളിലേക്ക് ആശ്രയിക്കാത്തവനുമാണ്, നിരാശ്രയനാണ്. അപ്പൊ നിരാശ്രയനായ ഒരു പടച്ചവൻ, ഒരു അള്ളാഹു, ആ അള്ളാഹുവിനെ ആരാണ് പടച്ചത് എന്ന് ചോദിക്കുന്നതിലെ വൈരുദ്ധ്യം നമുക്ക് അവിടെ മനസ്സിലാക്കാം. നിരാശ്രയനായ ഒരു ശക്തി, ആ ശക്തി ആരിലേക്കാണ് ആശ്രയിക്കുന്നത്? മനസ്സിലായ? അപ്പൊ ഫസ്റ്റ് ബസ് എപ്പോഴാണ്? ഫസ്റ്റ് ബസ് 6 മണിക്കാണ്. ഫസ്റ്റ് ബസ്സിന്റെ മുമ്പത്തെ ബസ് എപ്പോഴാണെന്ന് ഒരാൾ ചോദിച്ചാൽ അതിനർത്ഥം അവൻ നേരത്തെ ആ പറഞ്ഞ ഫസ്റ്റ് ബസ് എന്തല്ല, ഫസ്റ്റ് ബസ് അല്ല എന്നതാണ്. ഓക്കെ. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സൃഷ്ടികൾക്കാണ് സൃഷ്ടിക്കുക എന്ന ഒരു കാര്യം വിശേഷണം ഉണ്ടാവുക. സൃഷ്ടാവ് സൃഷ്ടിയാവാണെങ്കിൽ അവൻ പിന്നെ സൃഷ്ടാവാകില്ല. അവിടെ തന്നെ വൈരുദ്ധ്യം ആ ചോദ്യത്തിൽ തന്നെ. ദൈവത്തെ സൃഷ്ടിച്ചത് ആര് എന്ന് ചോദിക്കുമ്പോൾ ആ ദൈവം സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ആ ചോദ്യം ചോദിക്കാൻ പറ്റും. സൃഷ്ടിയാണ് ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാളുടെ ചോദ്യമാണ് എന്ത്? സൃഷ്ടിച്ചത് ആര് എന്നുള്ളത്. ഉസ്താദ് പറഞ്ഞു വരുന്നത്, പിന്നെ ദൈവത്തെ ഒരാൾ സൃഷ്ടിച്ചു എന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവിക അടുത്തൊരു ചോദ്യം ഉണ്ടോ, അയാളെ സൃഷ്ടിച്ചത് ആരാണ്? അപ്പൊ അതങ്ങനെ നീണ്ട് ഉത്തരമില്ലാതെ പോകും. അപ്പൊ യുക്തിവാദികളുടെ ചോദ്യങ്ങളൊക്കെ പൊട്ടത്തരം തന്നെ പറയേണ്ടി വരും അല്ലേ? അതെ. തികച്ചും മഹാബുദ്ധിശൂന്യമായ ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. ഇത് അറ്റമില്ലാതെ പോയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അഥവാ ഈ പ്രപഞ്ചം സീറോയിൽ നിന്ന് തുടങ്ങിയെന്ന് അവർ പറയുന്നത്. യുക്തിവാദികളുടെ ദൈവമില്ല എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എന്ത് വരണം? സീറോയിൽ നിന്നാണ് ഈ പ്രപഞ്ചം വന്നത് എന്ന് പറയണം. സീറോയിൽ നിന്ന് ഒരു സാധനം ഉണ്ടാവില്ല, നമുക്ക് ഉറപ്പാ അല്ലെ? 1,00,000 സീറോ കൂട്ടിയാലും ഉത്തരം തന്നെ കിട്ടുക? ഒന്നും സീറോ തന്നെ കിട്ടുക. സീറോയിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല, തുടങ്ങില്ല. അപ്പൊ ഒരു നമ്പർ 1 വേണം. ആ നമ്പർ 1 എന്തായിരിക്കണം? അപ്പോൾ ആ നമ്പർ 1-ൽ നിന്നാണ് ഈ കണ്ട സൃഷ്ടികൾ, ഈ വിശാലമായ ഗാലക്സികളും ഈ അതിവിശാലമായ പ്രപഞ്ചങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അല്ലേ? അപ്പൊ ഇത്രയും വിശാലമായ പ്രപഞ്ചവും ഈ ബുദ്ധിയുള്ള മനുഷ്യന്മാരും എല്ലാം ഉള്ള ഈ പവറുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന സൃഷ്ടാവിന്റെ പവർ ഇതിനേക്കാൾ എത്രയോ പവർഫുൾ ആയിരിക്കണം എന്നതല്ലേ ലോജിക്ക്? അതെ, മനസ്സിലായോ? അപ്പൊ അത് വളരെ കൃത്യമാണ്. ദൈവം വേണം, ദൈവം ഉണ്ടാകാൻ അനിവാര്യമാണ്. പക്ഷെ ആ ദൈവം എന്താകാൻ പാടില്ല? സൃഷ്ടിയാകാൻ പാടില്ല. ആ ദൈവം സൃഷ്ടിയായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അടുത്ത ദൈവത്തെ ചോദിക്കില്ലേ? അപ്പൊ സാറിന്റെ ചോദ്യത്തില് ദൈവത്തെ സൃഷ്ടിച്ചത് ആരാണെന്നൊരു ചോദ്യം വന്നു. അപ്പൊ ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം, വേറൊരു വലിയ ദൈവം എന്ന് പറഞ്ഞാൽ ആ ചോദ്യം പിന്നെയും ചോദിക്കില്ലേ? അപ്പൊ ആ ചോദ്യം എവിടെയെങ്കിലും പോയി അവസാനിക്കുമോ? അപ്പൊ എന്താ വരിക? ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല, തുടക്കമില്ല എന്ന വാദത്തിലേക്ക് എത്തിക്കലാണ് യുക്തിവാദികളുടെ ലക്ഷ്യം. എന്നാൽ ഈ പ്രപഞ്ചത്തിന് തുടക്കമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ലോകം ശൂന്യമാണെന്നാണ്. ഒന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? 100 എന്നാ. ഒന്നില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ളത് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് വരിക. ഏതൊരു കാര്യത്തിനും തുടക്കമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതൊക്കെ ശൂന്യമാണ് എന്നാണ്. ഞാൻ അതിന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ നമ്മൾ ഒരു ബസ്സുകളുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് അല്ലെങ്കിൽ രാത്രി ഒരു 12 മണി വരെ കൃത്യമായ ഓർഡറിൽ എന്തുണ്ട്? ബസ് ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കാം. ആ ബസ്സുകൾക്ക് ക്രമമുണ്ട്, നമ്പർ 1, 2, 3 ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു 20-ഓ 30-ാമത്തെ നമ്പർ ബസ്സിലാണ് നമ്മളുള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ബസ്സിന്റെ ഓർഡർ പ്രകാരം അഥവാ നമ്പർ 1 ബസ് എടുത്തു കഴിഞ്ഞാലാണ് എന്തെടുക്കാൻ പാടുള്ളൂ? അടുത്ത ബസ് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ 25-ാമത്തെ ബസ്സിലുള്ള നമ്മൾ എടുത്തിട്ടുണ്ട്, നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. എറണാകുളത്ത് എത്തിയ നമുക്കൊരു കാര്യം ഉറപ്പാ, നമ്മുടെ മുമ്പിൽ എന്തായിട്ടുണ്ട്? 24 ബസ്സും പോയിട്ടുണ്ട്. അഥവാ നമ്പർ 1-ാമത്തെ ബസ് പോയിട്ടുണ്ട് എന്ന് ഉറപ്പാ. ഇനി ഇടയിൽ നിന്ന് ഒരാൾ വന്ന് നമ്മളോട് പറയാ 1-ാമത്തെ ബസ് എടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം 2-ാമത്തെ ബസ്സും എടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം 25-ാമത്തെ ബസ്സും എടുത്തിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ ബസ് എടുത്തിട്ട് എവിടെ എത്തിയിട്ടുണ്ട്? എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ എറണാകുളത്ത് എത്തിയ നമ്മളോട് പറയാണ്, നിങ്ങൾ ഇപ്പോഴും എവിടെ തന്നെയുള്ളത്? തിരുവനന്തപുരത്ത് തന്നെയുള്ളത്. ഇപ്പൊ നിങ്ങളുടെ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കും? ഇല്ല. ഇതേ ഒരു അവസ്ഥയാണ് നമ്മളുള്ള നമ്മുടെ പ്രപഞ്ചം. ഒരുപാട് പിന്നിട്ടു, നമ്മൾ ഇങ്ങ് എത്തിയിട്ടുണ്ട്, ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മുമ്പിലുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പൊ ഒരു നമ്പർ 1-ൽ നിന്ന് വന്നിട്ടുണ്ട്. മനസ്സിലായ? അപ്പൊ ഒരാൾ വന്നിട്ട് പറയാം നമ്പർ 1 ഇല്ല, അതിങ്ങനെ അനന്തമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നർത്ഥം. അനന്തമായി പോകാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
അല്ലെ? ഒന്നാം നമ്പർ ബസ് എടുത്തിട്ടില്ല, എന്നാൽ അതിന്റെ മുന്നിൽ ഒരു ബസ് ഉണ്ടാവില്ലേ, അതെ, അതെ. അതിന്റെ മുന്നിൽ വേറെ ബസ്, അതിങ്ങനെ അനന്തമായി പോകുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ബസ്സുകൾ ഇതുവരെ എന്തായിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നതാണ്. അപ്പോൾ എറണാകുളത്ത് എത്തിയ നമ്മളോട് നിങ്ങൾ എപ്പോഴും തിരുവനന്തപുരത്ത് തന്നെ കിടക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതിന് സമമാണ് ദൈവം എന്ന് പറയുന്ന നമ്പർ 1 അഹദ് ഇല്ല എന്നൊരു യുക്തിവാദി പറയുന്നതും ഇതും തമ്മിൽ സമമാണ്. ഇത് നമ്മളവിടെ മനസ്സിലാക്കിയാൽ അതെ, അതെ. യുക്തിവാദികളുടെ ആശയം അതോടുകൂടെ പൊളിഞ്ഞു പോകും. ഉസ്താദ് പറഞ്ഞല്ലോ നമ്പർ 1 വേണമെന്ന്. പിന്നെ നമ്പർ 1 സ്വമേധയാ ഉണ്ടായതാണെന്ന് വാദിക്കുന്നുണ്ടല്ലോ ചിലരൊക്കെ. സ്വയംഭൂവാവുക, അതെ, അഥവാ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇല്ലാത്തതായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അത് ഒരു സുപ്രഭാതത്തിൽ ഒരു സാധനം തനിയെ ഇങ്ങനെ അതിന്റെ പിന്നിൽ ഒരു പവർ ഇല്ലാതെ തനിയെ, പൂർണ്ണമായി യുക്തിക്ക് എതിരാണ് ആ വാദം. കാരണം ഒരു സാധനവും സ്വന്തമായി ഉണ്ടാവില്ല എന്നതാണ്. അതെ, അതെ. സാറിനെ സാറ് തന്നെ ഉണ്ടാക്കുക, നടക്കുക കാര്യം. ഈ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നത് ഈ മൊബൈൽ ഫോൺ തന്നെയാണ്. ഈ ഫോണിനെ ഫോൺ തന്നെ ഉണ്ടാക്കുക. ഒരു മുട്ടുസൂചിയെ ഉണ്ടാക്കിയത് ആ മുട്ടുസൂചിയാണ് എന്ന് പറയാം. ഒരിക്കലും തന്നെ പുറത്തു നിന്നുള്ള ഒരു പവർ ഇല്ലാതെ ഒരു വസ്തുവും എന്താകില്ല, ഉണ്ടാവില്ല എന്നത് പ്രപഞ്ച സത്യമാണ്, നഗ്ന സത്യമാണ്. ഇതിനാർക്കും എതിർക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഫസ്റ്റ് പോയിന്റ് അവിടെ എങ്ങനെ ചിന്തിച്ചാലും ആ ഫസ്റ്റ് പോയിന്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, ആ ഫസ്റ്റ് പോയിന്റ് എന്താകാൻ പാടില്ല, സ്വന്തം ഉണ്ടായതാകാൻ പാടില്ല. അഥവാ ആദ്യം ഇല്ലാതിരുന്നു പിന്നെ എന്താണ്, അങ്ങനത്തെ ഒരു പോയിന്റ് ആയാൽ അതിന്റെ അർത്ഥം ഈ പ്രപഞ്ചം ഉണ്ടായിട്ടില്ല എന്നർത്ഥം. അപ്പൊ ആ ഒരു പോയിന്റിനെ എങ്ങനെ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ രൂപത്തിലുള്ള ഒരു പവർ അല്ലാതെ നമ്പർ 1 സങ്കല്പിച്ചാൽ ഒരിക്കലും ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടാകില്ല. ഈ പ്രപഞ്ചത്തിന് ഇവിടെ നിലനിൽപ്പ് വരൂല. ഉസ്താദ് പറഞ്ഞു വരുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഉണ്ട്, ആ സൃഷ്ടാവിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടെന്ന് ഉസ്താദ് പറഞ്ഞു. ആ സൃഷ്ടാവ് വേറൊരാൾ പഠിച്ചതാവാൻ പാടില്ല, അതേപോലെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായതാവാൻ പാടില്ല, നേരത്തെ ഉള്ളതായിരിക്കണം എന്നൊക്കെ ഉസ്താദ് പറഞ്ഞു. ഉസ്താദിന്റെ മറുപടി തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. അതായത് യുക്തിവാദികൾ ചോദിക്കുന്ന ദൈവത്തെ പഠിച്ചത് ആരാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ നിരർത്ഥകമാണ്, അർത്ഥശൂന്യമാണെന്ന് ഉസ്താദ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നു.